നമസ്കാരം. കേവലം ഒരു പാരടി ഗാനത്തിന് മുന്നിൽ വിളറിപ്പൂണ്ട് നിലവിളിക്കുന്ന CPM കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം സാംസ്കാരികമായ അസഹിഷ്ണുതയുടെ രൂപമായി മാറിയിരിക്കുകയാണ്. കലാകാരന്മാരുടെ പാർട്ടിയെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കാവൽക്കാരെന്നും സ്വയം ചമഞ്ഞിരുന്നവർ ഇന്നൊരു പാട്ടിനെ പോലും സഹിഷ്ണുതയോടെ നോക്കിക്കാണാൻ വയ്യാത്ത വിധം ഭീരുക്കളായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പരാജയ ഭീതി തലയ്ക്ക് പിടിച്ചപ്പോൾ കാലാകാലങ്ങളായി BJP പയറ്റിത്തെളിഞ്ഞ അതേ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെയും അവരുടെ കേസുകളുടെയും ആയുധമാണ് CPM ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. ജനാധിപത്യപരമായ തോൽവികളെ അംഗീകരിക്കാൻ പഠിക്കുന്നതിന് പകരം പോലീസിനെ ഉപയോഗിച്ച് കലയെയും കലാകാരന്മാരെയും നിശബ്ദമാക്കാൻ ശ്രമിക്കുന്ന സഖാക്കന്മാരുടെ ഈ നടപടി അങ്ങേയറ്റം നാണം കെട്ടതാണ് എന്നത് ആദ്യം തന്നെ പറയട്ടെ. തങ്ങൾക്കെതിരെയുള്ള പരിഹാസങ്ങളെ പോലും ക്രിമിനൽ കുറ്റമായി കാണുന്ന ഈ ഇടതുപക്ഷ ഏകാധിപത്യം കേരളത്തിന്റെ രാഷ്ട്രീയ ബോധ്യങ്ങളെ വെല്ലുവിളിക്കുകയാണ്. വിഷയത്തിലേക്ക് വരാം. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനം സൃഷ്ടിച്ച അലയൊലികൾ CPM-നെ എത്രത്തോളം ഭയപ്പെടുത്തുന്നു എന്നതിന്റെ തെളിവാണ് പത്തനംതിട്ടയിൽ ആ ഗാനത്തിനെതിരെ സൈബർ പോലീസ് കേസെടുത്ത നടപടി. കലയെയും സിനിമയെയും സർഗാത്മകതയെയും എക്കാലത്തും പിന്തുണയ്ക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു പ്രസ്ഥാനം കേവലം ഒരു പാരഡി ഗാനത്തിന് മുന്നിൽ വിളറി പിടിക്കുന്നത് ജനാധിപത്യ കേരളത്തിന് അത്ര നല്ല കാഴ്ചയായിട്ട് തോന്നുന്നില്ല അല്ലെ? പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും കൂട്ടരും ഈ ഗാനത്തിൽ അതിഗുരുതരമായ ചട്ടലംഘനം കണ്ടെത്തുമ്പോൾ അത് യാഥാർത്ഥ്യത്തിൽ രാഷ്ട്രീയമായ പാപ്പരത്തമാണ് നമ്മളോട് പറയുന്നത്. എല്ലാ കാലത്തും ഭരണകൂടങ്ങളെയും അതുപോലെ രാഷ്ട്രീയ വ്യവസ്ഥിതികളെയും ആക്ഷേപഹാസ്യത്തിലൂടെ വിമർശിച്ച ചരിത്രമാണ് മലയാളത്തിനുള്ളത്. മലയാളത്തിന്റെ അതുല്യ കലാകാരനായിട്ടുള്ള കുഞ്ചൻ നമ്പ്യാർ ഇന്ന് ജീവിച്ചിരിക്കുകയും സമാനമായ രീതിയിൽ CPM ഭരണത്തെ പരിഹസിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ ഇടതു ഭരണത്തിൽ അദ്ദേഹം എന്നേ ജയിലഴിക്കുള്ളിലായേനല്ലേ? അമ്പലപ്പുഴ രാജാവിനെ പോലും തുള്ളൽ പാട്ടിലൂടെ വിമർശിക്കാൻ നമ്പ്യാർക്ക് അന്ന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾക്ക് ആക്ഷേപഹാസ്യത്തോടുള്ള അസഹിഷ്ണുത മധ്യകാലഘട്ടത്തെ പോലും നാണിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. കോൺഗ്രസും ലീഗും ചേർന്ന് ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നു എന്ന CPM-ന്റെ ആരോപണം സ്വന്തം വീഴ്ചകൾ മായ്ക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് എന്നതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഭക്തിഗാനത്തെ അവഹേളിച്ചു എന്ന് പറഞ്ഞ് ഹൈന്ദവ സംഘടനകളെ കൂട്ടുപിടിച്ച് പരാതി നൽകാൻ പ്രേരിപ്പിക്കുന്ന CPM നടപടിയിൽ അടങ്ങിയിരിക്കുന്ന രാഷ്ട്രീയ നാറിത്തരത്തിന് കയ്യും കാലും വെച്ചിരിക്കുകയാണ്. ഒരു വശത്ത് തങ്ങൾ മതനിരപേക്ഷതയുടെ കാവൽക്കാരാണെന്ന് പ്രസംഗിക്കുകയും മറുവശത്ത് വിശ്വാസത്തിന്റെ പേരിലുള്ള പരാതികളെ പ്രോത്സാഹിപ്പിച്ച് വർഗീയ കാർഡ് ഇറക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയമായ ഇരട്ടത്താപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ പാപ്പരത്തമാണ്. സിനിമകളിൽ മതത്തെയും വിശ്വാസത്തെയും വിമർശിക്കുമ്പോൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് ഘോരഘോരം വാദിക്കുന്ന ഇതേ ഇടതുപക്ഷമാണ് ഇപ്പോൾ ഒരു പാട്ടിന്റെ പേരിൽ കേസ് കൊടുത്ത് അസഹിഷ്ണുതയുടെ രൂപമായി മാറുന്നത് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. പോലീസിനെ ഉപയോഗിച്ച് കേസെടുക്കുന്നത് വഴി പ്രതിപക്ഷത്തിന്റെ നാവടക്കാമെന്നാണ് CPM കരുതുന്നത് എങ്കിൽ അക്കാര്യത്തിൽ അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ നീക്കം രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാകുമെന്നത് കേരളത്തിൽ ഉറപ്പാണ്. കലയെ ഭയക്കുന്ന ഭരണകൂടങ്ങൾ ചരിത്രത്തിൽ എക്കാലത്തും പരാജയപ്പെട്ട ചരിത്രം മാത്രമാണുള്ളത്. പാരഡി ഗാനങ്ങളെ പോലും സഹിഷ്ണുതയോടെ കാണാൻ കഴിയാത്തവർ എങ്ങനെയാണ് വിശാലമായിട്ടുള്ള ജനാധിപത്യത്തെയും അതുപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും കുറിച്ച് പ്രസംഗിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ കേസ് വഴി CPM തങ്ങളുടെ മുഖം മൂടി സ്വയം അഴിച്ചു മാറ്റുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ ഈ പാട്ട് കൂടുതൽ പ്രചരിക്കാനും അതുപോലെ തന്നെ സർക്കാരിന്റെ അസഹിഷ്ണുത ചർച്ചയാകാനും മാത്രമേ പോലീസിന്റെ ഈ അമിതാവേശം സഹായിക്കാൻ പോകുന്നുള്ളൂ. കേസ് എന്തായാലും പിണറായി സർക്കാർ തന്നെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അപ്പോഴും ജനങ്ങൾ മറക്കാതെ പാടുകയാണ്, പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ.